പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഒരു വർഷം തീരുകയാണ്. ഇന്ന് ഡിസംബർ മാസം 30 ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ 2005 നമ്മിൽ നിന്ന് വിട പറയും. നാം പുതിയൊരു വർഷത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ കിടക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് ഈ വർഷം ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ നന്മകൾക്കും ഒരുപാട് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായല്ലോ. സാരമില്ല, കർത്താവ് അറിയാതെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചത്. കർത്താവ് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കായിരിക്കാം. ഈ പ്രഭാതം നിങ്ങൾക്ക് സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം സങ്കീർത്തന പുസ്തകം 30 അതിൻ്റെ 11 വചനമായിരുന്നു. സങ്കീർത്തനം 30:11. അതിങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. കർത്താവിൻ്റെ വലിയ കരമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. ആ വചനം നമ്മൾ കർത്താവെ എന്നെ ആനന്ദമണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പഠിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 1 പുസ്തകം അതിൻ്റെ 16 34 വചനമാണ്. ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം 16 അതിൻ്റെ 34 വചനം. ഫസ്റ്റ് ബുക്ക് ഓഫ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 16 verse 34. വചനം ഇതാണ്: കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. വളരെ ചെറിയൊരു വചനമാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. വചനം പറയുന്നു: O give thanks to the Lord, for he is good, for his love endures forever. O give thanks to the Lord, for he is good, his love endures forever. അവിടുന്ന് നല്ലവനാണ്. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിലിപ്പി ലേഖനത്തിൽ കണ്ടില്ലേ? നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം കൃതജ്ഞതാസ്തോത്രങ്ങളോട് ദൈവത്തിന് അർപ്പിക്കുകയും അപ്പോൾ നിങ്ങളുടെ ധാരണകളെയും നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം യേശു ക്രിസ്തുവിൽ നിങ്ങളെ കാത്തുകൊള്ളും. നമ്മുടെ ധാരണകളെ നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സമാധാനം നമ്മെ ഈശോയിൽ കാക്കും. സന്തോഷത്തോടെ ഇരിക്കുക. ദൈവം അനുഗ്രഹിക്കും. ഓക്കെ, ഗോഡ് ബ്ലസ് യു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.